നമസ്കാരം, ധനുഷ് PEC ടിപ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. 7/10/2017 കമ്പനി കോർപ്പറേഷൻ നടത്തിയ എക്സാമിന്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: നേപ്പാൾ, ജപ്പാൻ, മ്യാൻമാർ, പാകിസ്ഥാൻ. ആൻസർ വരുന്നത് ജപ്പാനാണ്. ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ജപ്പാനാണ് ആൻസർ. നെക്സ്റ്റ് വൺ, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ഏതാണ്? ആൻസർ ടോക്കിയോ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ് കേരളത്തിന്റെ സംസ്ഥാന മൃഗം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ഏതാണ്? ആൻസർ പയ്യന്നൂരാണ്. കേരളത്തില് ഉപ്പു സത്യാഗ്രഹ കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 29 സംസ്ഥാനങ്ങൾ ഉണ്ട് ആകെ. നെക്സ്റ്റ് വൺ, റബ്ബറിന്റെ ജന്മദേശം. ആൻസർ ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി. മണ്ണിനെക്കുറിച്ച് പേടിയില്ല, പെഡോളജി. നെക്സ്റ്റ് വൺ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ആൻസർ ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പഞ്ചശീലം ഇന്ത്യയും ചൈനയും. നെക്സ്റ്റ് വൺ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുക. ലോകത്തിൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ ആരാണ്? ആൻസർ അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ അമർത്യ സെൻ. അമർത്യ സെൻ ആണ്. നെക്സ്റ്റ് വൺ, പുതിയ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ക്വസ്റ്റ്യൻ, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ചൈന. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ 1942. ക്വിറ്റ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ആൻസർ ടാഗോർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം ഏതാണ്? CO2. ഇപ്പോഴത്തെ ആരോഗ്യ മന്ത്രി ഇതിവിടെ ഇല്ല അല്ലേ? വീണ
ജോർജ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഹൈഡ്രജനും കാവൻഡിഷും. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. മണ്ണ് 15. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയിലാണ്. താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ചാണക്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണ്? ആൻസർ അതാണ് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. നെക്സ്റ്റ് വൺ. കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്നത് മഴ. കാൽബൈശാഖി ഒരു മഴയാണ്. കാൽബൈശാഖി മഴ. വൈശാഖി മഴ. ഓർത്താം. വൈശാഖി അതിന്റെ വൈശാലി സിനിമ മഴ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് തന്നെ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയി ആരാണ്? പാകിസ്ഥാനാണ്. കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി. നെക്സ്റ്റ് വൺ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ആരാണ്? മികച്ച പരിശീലനങ്ങൾ കൊടുക്കുന്നതാണെന്ത്? ദ്രോണാചാര്യ അവാർഡ്. ഏറ്റവും നല്ല പരിശീലിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ. ദ്രോണാചാര്യ അർജുനെ പഠിപ്പിച്ചു, അങ്ങനെ മികച്ച പരിശീലനം കൊടുത്തു. ഓക്കെ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഈ വരികൾ ആരുടേതാണ്? ഇവിടെ ഇല്ലല്ലേ. നെക്സ്റ്റ് വൺ. സസ്യങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവർ സ്വീകരിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ഓക്സിജൻ ആണ് അവർ പുറത്തുവിടുന്നത്. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പക്ഷേ ഓക്സിജൻ ആണ്. ഓക്കെ, തെറ്റരുത്. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ ആണ്. പക്ഷേ ഭക്ഷണം പാകം ചെയ്യാൻ CO2 ഉപയോഗിച്ചിട്ട് അതിനുശേഷം അതിന്റെ ഉപോൽപ്പന്നമായി പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുക? സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോൾ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ APJ അബ്ദുൽ കലാം. ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും എന്നുള്ളത്? ആൻസർ വ്യാഴം. നെക്സ്റ്റ് വൺ. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആരാണ്? O പോസിറ്റീവ് ആണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ആൻസർ ശ്രീ നാരായണ ഗുരുവാണ്. നെക്സ്റ്റ് വൺ. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം.
സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 500 സെക്കൻഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. നെക്സ്റ്റ് വൺ, ലോക പരിസ്ഥിതി ദിനം ഏതാണ്? ജൂൺ 5 ആണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ MC ജോസഫിൻ മാറിട്ടുണ്ട് ഇപ്പോൾ അല്ലെ. HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബാഡ്മിന്റൺ. പ്രണോയ് ബാഡ്മിന്റൺ. നെക്സ്റ്റ് വൺ, മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്? ഭാഗം 4A കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. നാസ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസി ആണ്? ആൻസർ അമേരിക്കയാണ്. നാസ, അമേരിക്ക. ഓക്കെ. നെക്സ്റ്റ് വൺ, മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ. ചുവന്നത് മംഗോളിയൻ, ചുവപ്പ് ചെങ്കിസ് ഖാൻ. ഓക്കെ. ചെങ്കിസ് ഖാൻ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ്? ആൻസർ 1498 വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയത്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച്. നെക്സ്റ്റ് വൺ, ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ജപ്പാൻ. സ്ലോയിൽ വായിക്കും. നിങ്ങൾ ആൻസർ ആദ്യം മാർക്ക് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്ലോയിൽ പോകുന്നത്. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ എന്താണ്? കണ്ടൽക്കാടുകളിലൂടെ എന്റെ ജീവിതം. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് എന്താണ്? വൈറസ് ആണ്. അടുത്തത്, കേരളപ്പിറവി ദിനം എന്നാണ്? നവംബർ 1 അല്ലെ? നവംബർ 1 ആണ്. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 206. മനുഷ്യൻ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ്? ആൻസർ എന്താണ് വരുന്നത്? ഡെന്റെയിൻ കൊണ്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. വിറ്റമിൻ എയുടെ കുറവ് മൂലം മനുഷ്യനുണ്ടാകുന്ന രോഗമാണ് ഏത്? നിശാന്തത. ഓക്കെ. നെക്സ്റ്റ് വൺ, സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യശരീരത്തിൽ ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? ഏത് വിറ്റാമിനാണ്? വൈറ്റമിൻ ഡി. ഓപ്ഷൻ ഡി ഉണ്ട്. ഛർദിയും വയറിളക്കവും ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏത്? ആൻസർ ORS ലായനി. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളയ്ക്കാണ്? ആൻസർ കുരുമുളക്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ. അടുത്തത്, വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA ആണ് പാരമ്പര്യവാഹകർ. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏതൂർജം നൽകുന്നു? ഏതൂർജമാണ് കാർബോഹൈഡ്രേറ്റ് നൽകുന്നത്? നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നത്?
ഏത് ഊർജമാണ്? ഊർജം അല്ലെ. എന്താണ് കൊടുക്കുന്നത്? അപ്പോഴത്തിന് ആൻസർ പറഞ്ഞല്ലേ. കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് ഊർജം കിട്ടുക. താഴെ പറഞ്ഞാൽ ഏത് നൽകുന്നു ഊർജം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. എന്താണ് പറയുന്നത്? ന്യൂക്ലിയസ് എന്നാണ് പറയുക. ഓക്കെ, മാർക്ക് ഇട്ട്. നെക്സ്റ്റ് വൺ, അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. നെക്സ്റ്റ് വൺ, ഞാനതിന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അത് ഉരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലീയേഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണിത്. ഞാനതിന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതുരുകും എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഇതിനെക്കുറിച്ചാണ്, ഗാലിയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? മെൻഡലീയേഫ് പറഞ്ഞു. ഓക്കെ, ഞാനിതിന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ ഉരുകും എന്ന് പറഞ്ഞത് ഗാലിയത്തെ കുറിച്ചാണ്. മെൻഡലീയേഫ് പറഞ്ഞു. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന 1806 കണ്ടത് ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയാണ് പറഞ്ഞത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഭജിക്കാൻ പറ്റുന്നു. 1806 കണ്ടത് ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ വേണ്ടി അജിനോമോട്ടോ ഉപയോഗിക്കുന്നു. അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. അജിനോമോട്ടോയുടെ രാസവാക്യം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ആണ് അജിനോമോട്ടോ. മോണോസോഡിയം എന്താ? അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. മോട്ടോ ഉണ്ട് കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. പ്രവൃത്തി ജൂളിലാണ് പോകുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഇസ്തിരിപ്പെട്ടി ചൂടാക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ആൻസർ താപോർജ്ജം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ള വേഗത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യ വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? ഏതാണ്? ആൻസർ മൂന്നാം ചലന നിയമമാണ്. എന്ത് പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അടുത്തത്, അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏതാണ്? ഏത് വർഷം? 2015 ആണ്. മണ്ണും 15, പ്രകാശവർഷം 15. നെക്സ്റ്റ്, 841 + 673 - 529 ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 100ന്റെ വർഗ്ഗമൂലം എത്രയാണ്? ആൻസർ എത്ര വരിക? 10. അടുത്തത്, 1/2ന്റെ 1/2 ഭാഗം എത്രയാണ്? 1/2ന്റെ 1/2 ഭാഗം എത്രയാണ്? 1/4 ആണ്. 5, 10, 12 എന്നീ സംഖ്യയുടെ ലസാഗു എത്രയാണ്? 60. 10, 20, 24 സംഖ്യയുടെ ഉസാഖ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 4. 3ൽ 2 - 2ൽ 1 + 6ൽ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൻസർ വരുന്നത് 1. 15.9 + 8.41 - 10.01 ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 14.3. അടുത്ത ക്വസ്റ്റ്യൻ, 2.5ന്റെ വർഗ്ഗം എത്രയാണ്? ആൻസർ 6.25. ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്ര രൂപയാണ്? ആൻസർ 12 രൂപ. എത്രയാണ്? 12. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25, 27, 33, 41, 54 ആയാൽ അവരുടെ ശരാശരി പ്രായം എത്രയാണ്? ആൻസർ വരുന്നത് 36.
അടുത്ത ക്വസ്റ്റ്യൻ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരാവുന്ന എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ബി ആണ് വരുന്നത്, 30 സെക്കൻഡ്. പതിനെട്ട് പ്ലസ് 4 × 3 മൈനസ് 10 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൻസർ വരുന്നത് 28 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1, 2, 4, 7, 11 ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? 16. 2 = 5, 3 = 6, 4 = 7 ആയാൽ 5 = എത്രയായിരിക്കും? ആൻസർ സി 8 ആണ്. തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ ഏതാണ്? അഭാജ്യ സംഖ്യ ഏതാണ്? 1, 2, 6, 9 അഭാജ്യ സംഖ്യ ഏതാണ്? ആൻസർ 2 ആണ്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10 സ്ഥാനം എത്രാമത് വരും? എത്രാമതായിരിക്കും വരിക? ഈ 1/2, 3/4, 2/5, 7/10 അതിനെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ എത്രാമത് വരും 7/10 സ്ഥാനം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 3-മത്. 2ഉം 5-1 തുല്യമായത് ഏതാണ്? 11/5. മിശ്രഭിന്നമാക്കിയില്ലേ? ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഓപ്ഷൻ ബി. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. നെക്സ്റ്റ് വൺ, ഒരാൾ നിന്ന സ്ഥലത്ത് നിന്ന് നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേർരേഖയിൽ 6 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യ സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ്, 10 മീറ്റർ. ഒരു കൃഷിക്കാരന്റെ കയ്യിൽ 50 കായുടെ നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. അയാൾ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയുണ്ടാകുന്ന നഷ്ടം എത്ര രൂപയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് and subscribe me. Thank you.